അത് ബ്രിഗേഡിയർ മോഹനൻ പിള്ള കൂടി ചേരുന്നുണ്ട്. സാർ നമസ്കാരം. ഈ സംഘർഷം ഈ രൂക്ഷമാകുന്നു എന്ന് പറയുമ്പോഴും ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാന് ഉയർന്നു വരിക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. മാത്രമല്ല ഈ പറയുന്ന പോലെ പാകിസ്ഥാൻ ഇനി പിടിച്ചു നിന്നില്ലെങ്കിൽ പോലും യുദ്ധമുഖത്ത് വരിക എന്നതും പാകിസ്ഥാൻ്റെ ഒരു ആവശ്യമായി മാറില്ലേ? പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി പാകിസ്ഥാനെ വല്ലാതെ തകിടം മറിയിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. കടുത്ത സാമ്പത്തിക ക്ഷാമത്തിനായി ലോണിനായി അന്താരാഷ്ട്ര ഏജൻസികളെ അഭയം പ്രാപിക്കാൻ ഒരുങ്ങുന്നു പാകിസ്ഥാന്റെ പല ഭാഗത്തു നിന്നും ബലൂചിസ്ഥാൻ ഒപ്പം തന്നെ മറ്റ് പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ആക്രമണം, ആഭ്യന്തര പ്രശ്നങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാൻ ആകെ പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഇനി ഇതിൻ്റെ ഒരു ഭാവി എന്താകും? ഇന്ത്യയുടെ ഈ തിരിച്ചടിയിൽ പാകിസ്ഥാൻ എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയും? Almost all the facts which you have already explained as a part of question, അതായത് ചോദ്യം എന്നുള്ള രീതിയിൽ എല്ലാ ഫാക്ട്സും ഓൾമോസ്റ്റ് കവർ ചെയ്താണ് ശരിക്കും പറഞ്ഞ അവിടുത്തെ സിറ്റുവേഷൻ. ഇനി നമ്മൾ നോക്കേണ്ടത് പാകിസ്ഥാന്റെ മുന്നിലുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ഇവർക്ക് മുന്നിലുള്ള ഓപ്ഷൻസ് എന്നാണ്. ഏതാണ്ട് നമ്മൾ ഒരു കാര്യം സർട്ടൺ ആയിട്ടുണ്ട്, ജിഹാദി ജനറൽ അവിടെ ഐസൊലേറ്റ് ആയി, അല്ലെങ്കിൽ he will be no more the chief of this army. ഓക്കെ, അപ്പം ഒരു ഓപ്ഷൻ അതായി കഴിയുമ്പോൾ പിന്നെയുള്ള ഓപ്ഷൻ എന്താണ് എന്നുള്ളതാണ്. അതായത് എക്സിസ്റ്റിംഗ് ഗവൺമെന്റ്, ആ ഗവൺമെന്റ് എങ്ങനെ സർവൈവ് ചെയ്യാൻ നോക്കും എന്നുള്ളതായിരിക്കും അടുത്തത് കാര്യം. മാർഷൽ ലോ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ പോളിസിയാണ്. ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ കണ്ടീഷനിൽ മാർഷൽ ലോ ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം ദെൻ ഓവർ ദ ചീഫ് ഹെഡ് അല്ലെ സീനിയർ മോസ്റ്റ് army person will become the head of the president of a neighboring country. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അവസരത്തില് ഇവരുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ IMF ഫണ്ട് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇതാണ്. ലോകത്തിന്റെ മുന്നിൽ ആകെ അവർ അപ്പീൽ നടത്തിയിരിക്കുകയാണ്, ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കൂ എന്ന് പറഞ്ഞു. ഈ അപ്പീലിന് ലോകരാജ്യങ്ങൾ എങ്ങനെ വില കൊടുക്കും? കാര്യം എന്ത് കാര്യത്തിനാണ് അവർ സ്വയം വരുത്തി വെച്ച ഒരു വിന, അതിന് ലോകരാജ്യങ്ങൾ എന്തിനാണ് അതിനെ സഹായിക്കുക എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ഉയർന്നേക്കാം. ഒന്ന്. രണ്ടാമത്, ഇല്ല എങ്കിൽ ഇപ്പോഴുള്ള ഈ മിലിറ്ററി റെജീമിനെ സൈഡാക്കിക്കൊണ്ട് ജനങ്ങളാൽ തെരഞ്ഞെടുത്ത ഗവൺമെന്റ് ഭരണകൂടം കൂടുതൽ അധികാരം ഉറപ്പിക്കുകയും കൂടുതൽ പവർഫുള്ളോടുകൂടി ഡിക്റ്റേറ്റ് ചെയ്ത് ഒരു രാജ്യത്തെ നയിക്കുകയും ചെയ്യുകയാണെന്ന് ഒരു ബോധം വെളിയിലുള്ള രാജ്യങ്ങൾക്ക്, പുറം ലോകത്തിന് വരികയാണെങ്കിൽ പാകിസ്ഥാൻ അല്പം രക്ഷപ്പെട്ടു പോകാൻ പറ്റും. കാര്യം ആ ഒരു രീതിയിൽ, അതായത് അപ്പോഴാണ് ക്വസ്റ്റ്യൻ വരുന്നത്. വീണ്ടും അതിലും ഗ്രൂപ്പാണ്, അതായത് ഇമ്രാൻഖാൻ ജയിലിലാണ്, ഇമ്രാൻഖാനെ മോചിപ്പിക്കണം എന്നുള്ള രീതിയിൽ അവിടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ എന്തു തന്നെയാണെങ്കിലും രണ്ടാമത് ബലൂച്ചിലെ പ്രശ്നങ്ങൾ അറിയാം. അപ്പം ബലൂച്ചിലെ ആ ഇന്റേണൽ പ്രോബ്ലംസും കൂടി വരുന്നത് കൊണ്ട് അവര് എല്ലാ രീതിയിലും അസ്വസ്ഥത പടരുമ്പോൾ നാഥനില്ല കളരി എന്നുള്ള രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങളുടെ കിടപ്പ്. അപ്പൊ അവര് ഏത് രീതിയിൽ വേണമെങ്കിലും തിരിച്ചടിക്കും. പക്ഷേ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുള്ള ആ രാജ്യത്തിന്റെ ബഡ്ജറ്റ് നോക്കുവാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്തിട്ടുള്ളത് ഈ ഡിഫൻസിന് വേണ്ടിയാണ്. അപ്പം ഇവര് പടക്കോപ്പുകൾ വളരെയധികം വാങ്ങി കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതൊരു പരമാർത്ഥമാണ്. പക്ഷേ അത് എവിടെ എങ്ങനെ ഉപയോഗിക്കണം, കൺട്രോൾ ഇല്ല. കമാൻഡ് ആൻഡ് കൺട്രോൾ ഈസ് ദ ടോട്ടൽ ഫെയിലിയർ ഫോർ ദം. അതാണ് അവർക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറയുന്നത്. പക്ഷേ ഈ വെറുളി പിടിച്ചിരിക്കുന്ന ഈ രാജ്യത്ത് കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ യുദ്ധമുഖത്ത് തന്നെ കപ്പിത്താൻ നഷ്ടപ്പെട്ട ഒരു ഷിപ്പ് എന്നുള്ള രീതിയിൽ അവര് എന്തും പ്രാകൃതമായ രീതിയിൽ തന്നെ പ്രയോഗിക്കാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ അവര് നമ്മൾ എല്ലാവിധ രീതിയിലും ഒരു പ്രകോപനം ഒഴിവാക്കി സംയമനത്തോടെ മുന്നോട്ട് പോകുവാൻ വീണ്ടും പരിശ്രമിച്ചപ്പോഴും അവര് ആ സംയമനത്തിന്റെ വഴിയല്ല അവര് തിരഞ്ഞെടുത്തത് വീണ്ടും ആക്രമണത്തിന്റെ വഴി തന്നെയാണ്. അതുകൊണ്ടാണ് ആക്രമിച്ചാൽ നമ്മൾ തിരിച്ചാക്രമിക്കും, ഇതൊരു പ്രത്യാക്രമണം മാത്രമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ വീണ്ടും അതിനെ ചെറുതാക്കി കാണിക്കുവാൻ, ലോകത്തിന്റെ മുന്നിൽ ചെറുതാക്കി കാണിക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതല്ല, ഇത് വലിയൊരു അറ്റാക്കാണ്. ഈ സൗത്ത് ഏഷ്യയിലെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവും, ഫ്ലാഷ് പോയിന്റ് ആകും, 2 ന്യൂക്ലിയർ പവർ ആണ് എന്നുള്ള രീതിയിൽ അവർ ഇത് എസ്കലേറ്റ് ചെയ്യുവാനായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. എസ്കലേറ്റ് ചെയ്ത് ലോകത്തിന്റെ മുന്നിൽ ഒരു വലിയ യുദ്ധം നടക്കുന്നു എന്നുള്ള ഒരു ഭീതി
വരുത്തി ലോകരാജ്യങ്ങളെ ഈ പ്രശ്നത്തിലോട്ട് ഇടപെടുത്തി അവരുടെ കാര്യം സാധിച്ചെടുക്കുക. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ വികാരവും ഒന്ന് ഒതുങ്ങും. അതുപോലെ ലോകരാജ്യങ്ങൾ ഇടപെട്ട് ഇവിടുത്തെ ഈ ഇൻഡസ് വാലി വാട്ടർ ഡിപ്ലോമസി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണോ നേരത്തെ ഉണ്ടായിരുന്നത് അതെല്ലാം റീസ്റ്റോർ ചെയ്യും എന്നുള്ള വിചാരത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ട രീതിയാണ്. കാരണം നമ്മൾ വളരെ സ്പഷ്ടമായിട്ട്, പ്രിസൈസ് ആയിട്ട്, വളരെ റീസണബിൾ ആയിട്ട്, ജെന്യൂൻ ആയിട്ട്, വളരെ ജനറൽ ആയിട്ട്, സ്ട്രിക്റ്റ് ആയിട്ട്, ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ അറ്റാക്ക് നടത്തുമ്പോൾ അത് ലോകത്തിനോട് നമ്മൾ വിളിച്ചു പറയുന്നത് വി ആർ നോട്ട് അഗനിസ്റ്റ് എനി കൺട്രി, വി ആർ നോട്ട് അഗനിസ്റ്റ് എനി മിലിറ്ററി, ബട്ട് വി ആർ അഗനിസ്റ്റ് ദ ടെററിസ്റ്റ്. അപ്പം ഒരു പോയിന്റില് ലോകരാജ്യങ്ങളെല്ലാം ഒന്നിക്കുന്നു. അത് ഏത് പോയിന്റിലാണ്? അത് ആ ഇന്ത്യ പറയുന്ന ആ പോയിന്റിൽ എന്ത് വാർ ഓൺ ടെറർ, ആ ടെററിസം ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയും. ഒരു സൈഡില് ഇവര് ഈ ചൈനയെ കണ്ടിട്ടാണ് കൂടുതൽ പ്രകോപനം ഇന്ത്യക്കെതിരെ എടുക്കുന്നത്. കാരണം അവർ അന്ധമായിട്ട് വിശ്വസിക്കുന്നു ചൈന ഏത് അവസരത്തിലും കൂടെ നിന്നോളുവെന്ന്. പക്ഷെ ഇന്ന് അവരത് ചൈന ക്ലിയർ ചെയ്തു. ചൈന ഈസ് ഓൾസോ എഗനിസ്റ്റ് ടെററിസത്തിന് അല്ലെങ്കിൽ തീവ്രവാദത്തിന് ചൈനയും എതിരാണ് എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വരുത്തി. രണ്ടും ഞങ്ങളുടെ നെയ്ബറിംഗ് കൺട്രീസ് ആണ്, അതുകൊണ്ട് അവർ സംയമനം പാലിക്കണമെന്ന് മാത്രമേ ചൈന പറഞ്ഞിട്ടുള്ളൂ. ചൈന ഒരു പർട്ടിക്കുലർ രാജ്യത്തിന് അല്ലെങ്കിൽ അയൽ രാജ്യത്തിന് കൂടുതൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞാലും അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. കാര്യം ചൈന അത്രത്തോളം സാമ്പത്തികമായി ഈ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണെങ്കിലും അല്ല എങ്കിൽ പോലും. അതുകൊണ്ട് ഇൻ കേസ് പറഞ്ഞാൽ പോലും നമ്മൾ അതിനെ ആ രീതിയിൽ മാത്രം കണ്ടാൽ മതി. അല്ലാതെ ചൈന ഡയറക്റ്റ് ആയിട്ട് ഇന്റർഫിയർ ചെയ്യും ഒരു കാരണവശാലും ഇന്റർഫിയർ ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ഒരു രീതിയിലോട്ട് ചൈന വരത്തില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. പിന്നെ തുർക്കി മാത്രം അല്പം മോറൽ സപ്പോർട്ടും മേ ബി ആംസ് ആൻഡ് ആമുനേഷൻ സപ്ലൈ ചെയ്യുന്നുണ്ടാവാം ആസ് പെർ ദെയർ പ്രീവിയസ് എഗ്രിമെന്റ്. എഗ്രിമെന്റ് അനുസരിച്ചിട്ട്, നേരത്തെ മുതലുള്ള ഒരു എഗ്രിമെന്റ് അനുസരിച്ചിട്ട് ആംസും ആമുനേഷനും ഇവർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു രാജ്യം യുദ്ധമുഖത്തോട്ട് വന്നു കഴിയുമ്പോൾ ഈ ആംസ് ആൻഡ് ആമുനേഷൻ സപ്ലൈ ലോജിക്ക് എവിടാണ്, നീതി എവിടാണെന്ന് ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെയുള്ളവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ സാധാരണഗതിയിൽ ഈ ആംസ് ആൻഡ് ആമുനേഷൻ സപ്ലൈ ഈ സാഹചര്യത്തിൽ നടത്താറില്ല. പക്ഷെ തുർക്കി നടത്തിയത് അത് വേറെ ഒരു ആംഗിളിലാണ് നമ്മൾ കാണേണ്ടത്. അപ്പം ഇങ്ങനെ ഒരു എല്ലാ രീതിയിലും ഒറ്റപ്പെട്ട് ജനങ്ങളാലും രാജ്യത്തെ ജനങ്ങളാലും രാജ്യത്തെ മിലിറ്ററിയില് ഒരു ഐക്യമില്ലായ്മയും, അതുപോലെ ഒരു പ്രോവിൻസില് ടോട്ടലി എഗനിസ്റ്റ് ആയിട്ട് വരികയും, യുദ്ധ തന്ത്രങ്ങളൊന്നും ഫലിക്കാതെ വരികയും, യുദ്ധ ഉപകരണങ്ങളൊന്നും ഫലിക്കാതെ വരികയും ഒക്കെ ചെയ്യുമ്പോഴുള്ള ഒരു അവസ്ഥ, ആ അവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഏതാണ്ട് ആ അവസ്ഥയിലൂടെയാണ് ഈ അയൽ രാജ്യം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോഴും പറയുന്നു നമ്മൾ അധികം മൊബിലൈസ് ഒന്നും ചെയ്തിട്ടില്ല. വി ആർ സ്റ്റിൽ ടേക്കിംഗ് ദ തിങ്സ് ഇൻ എ സ്ട്രെയിറ്റ് ആൻഡ് നോർമൽ. ഏതൊരു ആക്ഷന് മുമ്പ് നമ്മൾ we used to inform the international community that this is what the situation, we don't have any other option rather than going to fight against them. അപ്പം അങ്ങനെ ആ ഒരു കണ്ടീഷൻ വരുന്നത് കൊണ്ടാണ് ഈ ലോകരാജ്യങ്ങൾ നമ്മോടൊപ്പം നിൽക്കുന്നത്. അവർക്ക് വിക്ടറി ഇല്ലാത്തതിന്റെയും ഒരു കാര്യം അത് തന്നെയാണ്. പിന്നെ ഇവര് തീവ്രവാദികളുമായിട്ട് വളരെയധികം ക്ലോസ് മിറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സിന്ദൂർ അറ്റാക്കില് ഇനിഷ്യലി തന്നെ ഈ തീവ്രവാദികളുടെ ഹെഡ്ക്വാർട്ടർ ഉൾപ്പെടെ അവരുടെ നട്ടെല്ലൊടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ വരുന്നത് കൊണ്ടാണ് ഈ തീവ്രവാദികളെല്ലാം കൂടി ഒരു ഗ്രൂപ്പായി ഈവൻ അൽഖ്വയ്ദയും കൂടെ ചേർന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ ജിഹാദ് നടത്തുവാനായിട്ടുള്ള ആഹ്വാനം വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇൻഫിൽട്രേഷൻ അല്പം ഭയപ്പെടണം. കാര്യം ഈ ക്രോസ് ചെയ്ത് വന്ന് കാശ്മീരിന്റെ മണ്ണില് അവര് ഈ ഫിദായിൻ അല്ലെങ്കിൽ ചാവേർ ആക്രമണങ്ങളൊക്കെ നടത്തുവാനുള്ള സാഹചര്യമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിഹാദ് നടത്തണമെന്ന് ഈവൻ അൽഖ്വയ്ദ പോലും പറഞ്ഞിരിക്കുകയാണ്. അപ്പം ആ ടെററിസ്റ്റുകളെല്ലാം കൂടി ഗ്രൂപ്പിംഗ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ആംഗിളിൽ മേജർ സെറ്റ് ബാക്ക് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷെ അവര് ഇങ്ങനെയുള്ള കവേർട്ട് ഓപ്പറേഷൻസ് ഒക്കെ നടത്തി ഡിസ്ട്രക്ഷൻ മോഡിലോട്ട് വരാം. ഇന്റേണലി അല്ല, അവിടെ നിന്നല്ല, ഈ നമ്മുടെ രാജ്യത്ത് നിന്ന് നുഴഞ്ഞു കയറിയതിനു ശേഷം ചെയ്യാൻ ഉള്ള എല്ലാ സാധ്യതകളും
ഉണ്ട്. ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് നിന്ന് ഫേസ് ടു ഫേസ് അറ്റാക്കിനുള്ള യാതൊരുവിധ ഗട്ട്സും ഇല്ല. അവര് ഇനിഷ്യലി ഒരു 3-4-5 ഡേയ്സിലേക്ക് അവര് മേ ബി ഇതുപോലെ ഇന്നലെ ജമ്മുവിലും അതുപോലെ അമൃത്സറിലും ഒക്കെ കാണിച്ചതുപോലെ കാണിക്കും. മേ ബി നമ്മൾ അഡിക്വേറ്റ് പ്രിക്കോഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാഷ്വാലിറ്റി റേറ്റ് വളരെ ഹൈ ആയിരിക്കും. അത് നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്. പക്ഷേ ബിക്കോസ് ഓഫ് അവർ എഫക്റ്റീവ് ഡിഫൻസ് സിസ്റ്റം വി ആർ ഓൾവേസ് ഓൺ ഡിഫൻസീവ്. നമ്മൾ ഇന്നലെ മൊത്തം ഡിഫൻസീവ് മോഡിലായിരുന്നു. ആ ഡിഫൻസീവ് മോഡിൽ കഴിഞ്ഞതിന് ശേഷമാണ്, സെക്യൂർ ആയതിനു ശേഷമാണ് നമ്മൾ ഒഫൻസീവിലോട്ട് തിരിഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒഫൻസീവ് മോഡായി. അപ്പോഴാണ് നമ്മൾ ഇൻക്ലൂഡിങ് ഇസ്ലാമാബാദിൽ ടാർഗറ്റ് ബോംബിംഗ് നടത്തിയത്. അപ്പം ഇങ്ങനെയുള്ള ഓരോ രീതി വരുമ്പം നമ്മുടെ അയൽ രാജ്യം ഭീതി പൂണ്ടു. ഒന്ന് ഭയപ്പാടാണ്, രണ്ടാമത് ഒരു രീതിയിലും അവർക്ക് മേൽക്കോയ്മയില്ല, മൂന്നാമത് അവിടുത്തെ ജനങ്ങളുടെ മൊറാൽ ഡൗൺ ആണ്. അപ്പം അവിടെയുള്ള ഇനിയും നടക്കാൻ പോകുന്നത് ഇവര് എന്തെങ്കിലും ഒരു തീരുമാനം നമ്മളായിട്ടല്ല അവര് തന്നെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങൾ തന്നെ അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുകയും ഒന്നുകിൽ ഭരണകൂടത്തിനെതിരായിട്ട് നീങ്ങും, അല്ല എങ്കിൽ അവിടുത്തെ മിലിറ്ററിക്കെതിരായിട്ട് നീങ്ങും. എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.